ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ സ്നാക്കായ വട്ടയപ്പം. ഇതിലേക്കുണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കുക്ക് ചെയ്ത ഇഡ്ഡലി റൈസ് 1.5 കപ്പ്, ഇഡ്ഡലി റൈസ് 2 കപ്പ്, നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഡ്രെയിൻ ചെയ്തത്, നാളികേരം ചിരകിയത് 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്, നാളികേരപ്പാൽ 1.5 കപ്പ്, ഏലക്ക പൊടിച്ചത് 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഈസ്റ്റ് 1 ടീസ്പൂൺ, റൈസിൻസ് ആവശ്യത്തിന്, കാഷ്യൂ നട്ട്സ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് അപ്പത്തിനുള്ള മാവ് അരച്ചെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഗ്രൈൻഡറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുക്ക് ചെയ്ത ഇഡ്ഡലി റൈസും പഞ്ചസാരയും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇത് വേവിച്ച ചോറും പഞ്ചസാരയും കൂടി അരച്ചെടുത്ത മിശ്രിതമാണ്. ഈ ഗ്രൈൻഡറിൽ എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കാൻ കഴിയാത്തതിനാൽ ഞാൻ 2ആയിട്ടാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഈ മിശ്രിതത്തിലോട്ട് ഇനി വെള്ളത്തിൽ കുതിർത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും എടുത്തു വച്ചിരിക്കുന്ന ചിരകിയ നാളികേരവും നാളികേരത്തിൻ്റെ പാലും ഈസ്റ്റും പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് അരച്ചെടുക്കുക. ഇതാണ് നമ്മൾ അരച്ചെടുത്ത വട്ടയപ്പത്തിൻ്റെ മാവ്. ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി. ഈ മാവ് നമ്മളൊരു പാത്രത്തിൽ 7 തൊട്ട് 8 മണിക്കൂറോളം ഒഴിച്ചു വെച്ചിരിക്കണം. എന്നാലേ ഈ മാവ് ശരിക്കും പുളിച്ചു വരികയുള്ളൂ. ഈ മാവ് ഒരു വലിയ പാത്രത്തിൽ വേണം ഒഴിച്ചു വയ്ക്കാൻ. ചിലപ്പോൾ ഇത് പുളിച്ച് ഓവർഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മാവ് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെച്ചിട്ട് 7 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. കുറേ മിക്സ് ചെയ്യണ്ട. ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി. ഈ മാവിപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡീമോൾഡിങ് വളരെ എളുപ്പമായിരിക്കും. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്താലും നന്നായിരിക്കും. ഇനി ഈ പാത്രത്തിലോട്ട് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ മാവ് ഒഴിക്കാവുള്ളൂ. ഈ പാത്രം ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടും. ഇനി നമുക്ക് ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കാം. വെള്ളം ഇപ്പോൾ തിളച്ച് നന്നായിട്ട് സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ വട്ടയപ്പം വെച്ച് വേവിച്ചെടുക്കാം. ഇതിനി അടച്ചു വെച്ച് 8 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇത് കറികളുടെ കൂടെ കഴിക്കാനാണെങ്കിൽ
ഇത്രയും ഷുഗർ ആഡ് ചെയ്യരുത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് റെയ്സിൻസും കാഷ്യൂ നട്ട്സും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വട്ടയപ്പം വെന്തൊന്ന് നോക്കാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വട്ടയപ്പത്തിൻ്റെ നടുവിലോട്ട് ഇൻസെർട്ട് ചെയ്യുക. ടൂത്ത് പിക്ക് ക്ലീനായി വന്നാൽ അപ്പം വെന്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി വട്ടയപ്പം റെഡിയായിട്ടുണ്ട്. ഇത് ശരിക്കും തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി സെർവ് ചെയ്യാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.